ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹംദ ആൻഡ് ഹാദി വ്ളോഗ്. അപ്പം നമ്മൾ ടൂർ പോകേണ്ട തയ്യാറെടുപ്പിലാണ് ഗൈസ്. വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് മുഹമ്മദും മുഖവും പൊത്തി നിൽക്കുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വഴിക്കുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പൊതിഞ്ഞിട്ട് എടുക്കുകയായിരുന്നു. മാമയും മൂത്തയെല്ലാം കൂടിയിട്ട് വാഴയിലെ പൊതിഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു വൈബായിരിക്കും. ഗെയ്സ്, നമ്മൾ ബസ് ഇവിടെ എത്തിയിരിക്കുന്നു ഗെയ്സ്. ഓ ഉഗ്രം പൊളി ബസ്സാണ് ട്ടാ. നമുക്ക് ഈ ബസ്സിൻ്റെ ഉള്ളിലൊന്ന് കണ്ടിട്ട് വരാം. കുറച്ചാളെല്ലാം കയറി ഇരുന്നിട്ടുണ്ട്. പൊളി ബസ്, നല്ല സ്പേസെല്ലാം ഉണ്ട്. ഞാൻ കയറുമ്പോഴേക്ക് കുറേ എണ്ണം കയറി സീറ്റ് പിടിച്ചിട്ടുണ്ട് ഇടാം. ഇതാണ് നമ്മുടെ അതിലുക്കുട്ടൻ. തൊട്ടിപ്പുറം തന്നെ ഇതാ ഹാദി. നെക്സ്റ്റ് നമ്മുടെ വൈബ് അക്സ. ഇപ്പുറം തന്നെ യാച്ചു. അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഞാനും ചെച്ചു വരുന്നത്. അടുത്ത് നമ്മളുടെ സീറ്റിലേക്ക് കടന്നു വരുന്നത് ഐഹാം. മോനെ മങ്കുക്കൊക്കെ വരുന്ന നോക്കിയേ. ട്രിപ്പ് മൂഡ് വേറെ ലെവല്. നേരെ നല്ല മെയിൻ റോഡ് ഉണ്ടായിട്ട് കാട്ടിലൂടെ വളഞ്ഞു തിരിഞ്ഞ് വരുന്ന കണ്ടിട്ട് എല്ലാവരും കാട്ടുജീവി പറഞ്ഞ് കളിയാക്കി. എല്ലാവരും അവരവരെ ലഗേജെല്ലാം എടുത്തിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കയറി അവരവരെ സീറ്റിലിരുന്നു. അങ്ങനെ നമ്മൾ ചെറിയൊരു ദ്വാരം നടത്തി ട്രിപ്പ് ആരംഭിച്ചു ഗൈസ്. ഈ അടങ്ങിയിരിക്കുന്നത് നോക്കണ്ട, കുറച്ച് മുമ്പ് തന്നെ എല്ലാവരും ചാട്ടം തുടങ്ങിയിട്ടുണ്ട്. വല്ല സ്റ്റേജിന് മേലെ കയറി വല്ല സീറ്റിന് മേലെ കയറിയിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരേ പൊള്ളി വൈബ് തന്നെ കേട്ടാ. ട്രിപ്പ് കഴിയുന്നവർ ഈ വൈബ് ഉണ്ടായാൽ മതിയായിരുന്നു. അയ്യാമല സീറ്റിൻ്റെ അടക്കിട്ട് ഒരേ തുള്ളലാണ്. ഓ കൂളിംഗ് ഗ്ലാസ്സെല്ലാം വെച്ചിട്ടാണ് ഡാൻസ്. ഗെയ്സ്, വയനാട് ചുരത്തിൻ്റെ അവിടെ നിന്ന് വണ്ടി ചെറുങ്ങനെ ഒന്ന് ഓഫായി പോയി. പിന്നെ സ്റ്റാർട്ടാവുന്നില്ല. നമ്മളെല്ലാവരും ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ച്. പിന്നെ ആടെ സ്ഥലമൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് ഭാഗ്യത്തിന് സ്റ്റാർട്ടായി. പിന്നെ വേഗം എല്ലാവരും ഓടിപ്പോയിട്ട് വണ്ടി കയറി. പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ട് എത്തിയപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. മുട്ടയപ്പം ചിക്കൻ കറി, മുട്ടയപ്പം ഇറച്ചിക്കറി, മുട്ടയപ്പം ബോട്ടി, പല സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കൈയിട്ട് വാരി ലാസ്റ്റ് തിന്നു വണ്ടി കയറി. മുഹമ്മദ് ആടുന്നും മുഖമ്പൊത്തി വീടെടുക്കുന്നതായിട്ട്. നമ്മളടുത്ത് നല്ലൊരു ചായക്കടേൻ്റെ സ്പോട്ട് കിട്ടിയ പാടം നിർത്തി. ഇത്ര പാട് ആൾ പോയപ്പോൾ ആ ചായക്കടക്കാരന് ടെൻഷനായി പോയി. ലാസ്റ്റ് നമ്മളെ മൂത്താപ്പൻ അതിനുള്ളിൽ കയറി നല്ല അടിപൊളി ചായ ഉണ്ടാക്കി തന്നു എല്ലാവർക്കും. അങ്ങനെ നമ്മൾ മൂത്താപ്പയൊക്കെ ചായയും കുടിച്ച് പിന്നെയും വീണ്ടും വണ്ടി കയറി. ആയിഷ ബിബിയാൾ മുഞ്ചിൽ ചമൈന്താന് ആനന്ദമേകുന്ന മുന്തും ലിബാസുകൾ പട്ടാലയുള്ളൊരു പൈജാമു ജുബയും പുള്ളിക്കരയുള്ള കസവിന്റെ തട്ടവും. ആയിഷ ബിബിയാൾ മുഞ്ചിൽ ചമൈന്താന് ആനന്ദമേകുന്ന മുന്തും ലിബാസുകൾ പട്ടാലയുള്ളൊരു പൈജാമു ജുബയും പുള്ളിക്കരയുള്ള കസവിന്റെ തട്ടവും. മോതിരമിട്ടാന് കൈത്തണ്ടലിങ്കുന്ന പലവാള ഇട്ടാന് മിന്നുമിന്നുന്ന കൗതുക പൂവാള മാണിക്കല്ല. നമ്മളങ്ങനെ ബാനസുര ഡാമിൽ ഇറങ്ങിയിട്ട് എല്ലാവരും ഓരോരോ വഴിക്ക് പോയി എന്താകുമ്പോൾ ഉപ്പിലിട്ടതും ഐസ്ക്രീമെല്ലാം വാങ്ങിച്ചു തിന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇതാണ് നമ്മുടെ റിസോർട്ട്. എല്ലാവരും അവരവരെ ലഗേജെല്ലാം എടുത്ത് റൂമിലേക്ക് പോയെന്ന്.
നമ്മൾ പോയപ്പം തന്നെ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്ന്. സീഗോഡ് ബാനസുര എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. നമ്മൾ റൂമിൽ പോയി ലഗേജെല്ലാം വെച്ച് സെറ്റാക്കിയിട്ട് നേരെ പൂളിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണുള്ളത്. നെക്സ്റ്റ് വീഡിയോ എല്ലാവരും കാത്തിരുന്ന് കാണുക. നല്ല ഉഗ്രൻ വീഡിയോ വരുന്നുണ്ട്. അപ്പം എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.